ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞങ്ങൾ ഇന്ന് റെഡി ആയിട്ട് ഒരു പാർട്ടിക്കൊക്കെ പോവാണ്. അപ്പോൾ നമുക്ക് കാണാം എന്ത് പാർട്ടിയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഒരു ഫ്രണ്ട് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിലാട്ടോ ഞങ്ങൾ ഈ പാർട്ടി അറേഞ്ച് ചെയ്തിരുന്നത്. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഇതേ കൂടെ വഴിയിൽ വെച്ച് ഞങ്ങളുടെ 2 ഫ്രണ്ട്സിനെയും കണ്ടുമുട്ടി. അപ്പോൾ എല്ലാവരോടും അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് കയറിയപ്പോൾ തന്നെ നമുക്കറിയാം നല്ല രസമുണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റ്സിൻ്റെ പുതിയ അപ്പാർട്ട്മെൻറ്റ്സാണ്, നല്ല രസമുണ്ട് അതെല്ലാം കാണാനായിട്ട്. ഇത് ഞാൻ ചുറ്റും കാണിച്ചു തരാം നിങ്ങളെ. പിന്നെ അവരെ 9ാമത്തെ നിലയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ലിഫ്റ്റിലൊക്കെ ലിഫ്റ്റിൽ കയറുമ്പോൾ ഒരു ഫോട്ടോയോ ഒരു വീഡിയോ ഒക്കെ എടുക്കുക എന്നുള്ള രസമല്ലേ. അങ്ങനെ ഇതേ ഞങ്ങൾ അവളുടെ ഫ്ലാറ്റിലെത്തി. അവിടെ ചെന്നപ്പോഴുണ്ട് അവർ കുറേ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി പിന്നെ ഞങ്ങളും കൂടി കൂടി ബലൂണൊക്കെ വീർപ്പിച്ച് കെട്ടി. പിന്നെ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഇങ്ങനെ കളിച്ചിരി വർത്തമാനമൊക്കെ ആയിട്ട് ഗോസിപ്പുകളൊക്കെ പറഞ്ഞ്, പിന്നെ പ്രത്യേകിച്ച് നമ്മൾ നേഴ്സുമാരാകുമ്പോൾ പറയണ്ടല്ലോ, വാർഡിലെ കാര്യങ്ങളും ഓരോരുത്തരുടെ കുറ്റവും എല്ലാം പറഞ്ഞ് ഇങ്ങനെ ഡിസ്കസ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമയം പോണത് പോലും അറിയില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് ഒരു ഡെക്കറേഷൻ ഒരു ഫൈനൽ ലുക്കിലെത്തിച്ചു. ബ്രൈഡ് ടു ബി, ഇതാണ് ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഒരു ബ്രൈഡൽ ഷവറാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ കൂടെയുള്ള ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവൾക്കൊരു ബ്രൈഡൽ ഷവർ കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതെ, ഇങ്ങനെയാണ് ഞങ്ങളുടെ ഡെക്കറേഷൻ്റെ ഒരു ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. അടുത്തതായി നമുക്ക് നമ്മുടെ ബ്രൈഡിനെ കാണാം. ഇതാണ് നമ്മുടെ ബ്രൈഡ് നീനു. അങ്ങനെ ബ്രൈഡിൻ്റെ കുറച്ച് സിംഗിൾ ഫോട്ടോസൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരോടും കൂടെ നിന്ന് ഗ്രൂപ്പ് ഫോട്ടോസ് എടുക്കാൻ തുടങ്ങി. നമ്മൾ പെമ്പിള്ളേർക്കൊരു സ്വഭാവമുണ്ട്, എന്തോ ഒരു ഫോട്ടോ എടുത്താലും മതിയാവില്ല. അപ്പോൾ പിന്നെ ഈ ഫോട്ടോ എടുക്കുന്നവർ മടുക്കുമെന്ന് മാത്രം. ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് അഭിനുണ്ടായിരുന്നു കേട്ടോ ഫോട്ടോയൊക്കെ എടുത്തു തരാൻ. അപ്പോൾ അവനോട് ഒത്തിരി താങ്ക്സ്. ഈ ദിവസം അവൻ കാരണം ഒത്തിരി വിശേഷപ്പെട്ടതായി. കാരണം ഞങ്ങൾക്ക് ഒത്തിരി ഫോട്ടോസും റീൽസും വീഡിയോസും എല്ലാം എടുക്കാൻ പറ്റി. അവനാട്ടോ അതെല്ലാം എടുത്തു തന്നത്. പിന്നെ ഇങ്ങനെ വയറൊക്കെ ഉള്ളവർ വയറൊക്കെ തള്ളിപ്പിടിച്ചും അല്ലാതെയൊക്കെ നിന്ന് പോസ് ചെയ്ത് കൊടുത്തു. പിന്നെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് ഫംഗ്ഷൻ തുടങ്ങി. ഈ ഫംഗ്ഷനും ഫോട്ടോസ് തന്നെയാണല്ലോ മെയിൻ. അങ്ങനെ കണ്ടോ ബ്രൈഡ് കേക്കൊക്കെ പിടിച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ നിന്ന് അവളെ കൊണ്ട് കേക്കൊക്കെ കട്ട് ചെയ്യിപ്പിച്ച് അങ്ങനെ ഞങ്ങളത് ആഘോഷിച്ചു. അപ്പം നമുക്ക് അത് കാണാം. ഞങ്ങളെല്ലാവരും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. പിന്നെ പിസ്സ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അതും എല്ലാവരും കൂടെയൊക്കെ കഴിച്ച്. പിന്നെ ഞങ്ങളവിടെ പിന്നെയും കുറച്ച് റീൽസൊക്കെ എടുത്ത്. അപ്പോൾ അബിൻ ഞങ്ങളെ ഒത്തിരി സഹായിച്ചു കേട്ടോ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പുറത്തു പോയി ആ ബിൽഡിങ്ങിൻ്റെ പുറത്തിരുന്നെന്നോ കുറച്ച് ഫോട്ടോഷൂട്ട് ചെയ്യാമെന്നും പറഞ്ഞ് കുറച്ച് ബിൽഡിങ്ങിൻ്റെ പുറത്ത് പോയി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്. അങ്ങനെ എല്ലാവരും കൂടെ ഈ ദിവസം ഒത്തിരി എൻജോയ് ചെയ്തു. നമുക്കിങ്ങനെ കുറച്ച് മെമ്മറബിൾ മൊമെൻറ്റ്സ് നമ്മുടെ ലൈഫിൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ടും റീൽസ് പരിപാടിയും എല്ലാം കഴിഞ്ഞ് പര്യവസാനിച്ചപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെല്ലാവർക്കും നിർബന്ധം നമ്മുടെ ബ്രൈഡിനെ കൊണ്ടൊരു താങ്ക്സ് പറയിപ്പിക്കണമെന്ന്. അപ്പോൾ അവളും പറഞ്ഞ് അതവൾ ചെയ്യാമെന്ന്. ഇന്നിവിടെ നടത്തിയ എല്ലാ പരിപാടികൾക്കും മണവാളൻ്റെയും എൻ്റെയും പേരിൽ ഞാൻ വ്യക്തിപരമായ ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.
സന്തോഷ സൂചകമായി തന്നതെല്ലാം സ്വീകരിച്ച് ബാലകരാം ഞങ്ങൾ ഇന്ന് പോകുന്നു. ഞങ്ങൾ പോകുന്നു.